നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാന്റെ IRGC കേന്ദ്രങ്ങൾ തീഗോളമാക്കി ഇസ്രയേൽ. ആണവക്കോട്ടകളും ഖമനേയും മാത്രമല്ല, ഇറാൻ റവല്യൂഷണറി ഗാർഡ് സേനയും ജൂതപ്പടയുടെ ഹിറ്റ് ലിസ്റ്റിൽ. IRGC ഖമനേയുടെ സേനയാണ്. ഇവരാണ് ഇറാനിലെ ആണവക്കോട്ടകളുടെ കാവൽക്കാർ. IRGCയുടെ വേരറുക്കേണ്ടതും ഇസ്രയേലിന്റെ ആവശ്യമാണ്. കാരണം ഇറാന്റെ പ്രോക്സികൾക്ക് ആയുധ പരിശീലനങ്ങൾ നൽകുന്നത് റവല്യൂഷണറി ഗാർഡാണ്. പരമോന്നത നേതാവും IRGCയും ചേർന്നാണ് ഇസ്രയേൽ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾക്കെതിരെ നീക്കം നടത്തുന്നതും പശ്ചിമേഷ്യ അശാന്തമാക്കുന്നതും. ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചപ്പോൾ പരമോന്നത നേതാവ് തന്റെ പ്രധാന അധികാരങ്ങൾ ഇറാനിയൻ സൈന്യത്തിനാണ് കൈമാറിയത്. സുപ്രധാന തീരുമാനങ്ങൾ എടുക്കാൻ സൈനിക പരമോന്നത കൗൺസിലായ IRGCക്ക് എല്ലാ അധികാരവും കൊടുക്കുകയായിരുന്നു ഖമനേയി. അതായത് ഇറാനിൽ ഭരണകൂടത്തിനോ പ്രസിഡന്റിനോ ഒരു റോളുമില്ല. ഖമനേയി കഴിഞ്ഞാൽ പിന്നെ പ്രബലർ IRGC ആണ്. IRGC പറയുന്നതേ രാജ്യത്ത് നടക്കൂ. മസൂദ് പെസഷ്ക്യാൻ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ മാത്രമാണ്. ഇസ്രയേൽ ഇറാൻ യുദ്ധം തുടങ്ങി 9 ദിവസമായി. ഇതുവരെ പ്രസിഡന്റ് പെസഷ്ക്യാൻ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ രംഗത്തേക്ക് വരികയോ എന്തിന് പെസഷ്ക്യാൻ എന്തെങ്കിലും പ്രതികരണം പോലും നടത്തിയതിന്റെ വാർത്തകളോ കേട്ടിരുന്നോ? പ്രസിഡന്റ് കസേര വെറുതെ അവിടെ ഇട്ടിരിക്കുന്നതാണ്. ഇബ്രാഹിം റൈസി പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് മാത്രമാണ് അധികാരമുണ്ടായിരുന്നത്. എല്ലാത്തിൻ്റെയും അവസാന വാക്ക് റൈസി ആയിരുന്നു. അതിന് കാരണം ഖമനേയിക്ക് അത്രമേൽ വേണ്ടപ്പെട്ടവനായിരുന്നു റൈസി. ഖമനേയി മനസ്സിൽ കാണുന്നത് നടപ്പാക്കുകയായിരുന്നു റൈസി ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഖമനേയിക്ക് അധികം പണിയെടുക്കേണ്ടി വന്നിരുന്നില്ല റൈസി ഉള്ള കാലത്ത്. എന്നാൽ ഹെലികോപ്റ്റർ അപകടത്തിൽ റൈസി തീർന്നു. അതും ഇസ്രയേൽ തീർത്തതാണെന്നാണ് വിവരങ്ങൾ. ഇബ്രാഹിം റൈസി ആയിരുന്നു ഇറാനിലെ ആണവ പരീക്ഷണങ്ങളുടെ എല്ലാ നീക്കങ്ങൾക്കും ശക്തമായ പിന്തുണ കൊടുത്തിരുന്നത്. റൈസി മരണപ്പെട്ടതിന് ശേഷം IRGC തലവന്മാരും ഖമനേയും ചേർന്നാണ് ഇതെല്ലാം നടപ്പാക്കിയിരുന്നത്. അനേകം സേനാ വിഭാഗങ്ങൾ ഇറാനിലുണ്ട്. കരസേന, വ്യോമസേന, നാവികസേന എന്നിവ ഇതിൽ ഉൾപ്പെടും. എന്നാൽ ശക്തിയും സ്വാധീനവും കൊണ്ട് ഇതിനെയെല്ലാം മറികടക്കുന്ന മറ്റൊരു സേനയുണ്ട്. അതാണ് IRGC അഥവാ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ. ആയത്തുള്ള ഖമനേയി ബങ്കറിലേക്ക് മാറുന്നതിന് മുൻപ് അധികാരം IRGCക്ക് നൽകിയതോടെ അവരുടെ ശക്തി എന്താണ് എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നതായിരുന്നു. ഇറാന്റെ സാധാരണ സേനകളിൽ നിന്ന് കൃത്യമായി അകലം പാലിച്ച് പ്രവർത്തിക്കുന്ന സേനയാണ് IRGC. സ്വന്തമായി കര, നാവിക, വ്യോമ, ഇന്റലിജൻസ് യൂണിറ്റുകൾ IRGCക്കുണ്ട്. സാധാരണ സേനാ വിഭാഗങ്ങൾ ഇറാൻ പ്രതിരോധ മന്ത്രിക്ക് റിപ്പോർട്ട് ചെയ്യുമെങ്കിൽ IRGC നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് പരമോന്നത നേതാവിനെയാണ്. 1979 ഇറാനിൽ ഇസ്ലാമിക വിപ്ലവം നടന്നതിന് ശേഷം പുതുതായി എത്തിയ ഭരണകൂടത്തെ സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു IRGC സൃഷ്ടിക്കപ്പെട്ടത്. ഇന്ന് 1.5 ലക്ഷത്തോളം അംഗങ്ങൾ ഈ സേനയ്ക്കുണ്ട്. ബാസിജ് എന്ന പാരാമിലിറ്ററി വിഭാഗവും ഇതിന്റെ ഭാഗമായുണ്ട്. ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ IRGC സജീവമായി പങ്കെടുത്തിരുന്നു. സേനാ ഘടനയൊക്കെ ഇക്കാലത്ത് പരിഷ്കരിക്കപ്പെട്ടത്. ഇറാന് വെളിയിലും വലിയ സ്വാധീനമുള്ള സേനയാണ് IRGC. സിറിയ, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിലെ ആഭ്യന്തര യുദ്ധത്തിൽ ഈ സേന ഇടപെടലുകൾ നടത്തിയിരുന്നു. പരമോന്നത നേതാവിന് നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതിനാൽ IRGCക്ക് ഇറാനിലെ ഉന്നത സർക്കാർ നേതൃത്വവുമായി അടുത്ത ബന്ധമുണ്ട്. വളരെ ആധുനികമായ ആയുധങ്ങളും ഇവരുടെ പക്കലുണ്ട്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഖരത്തിന്റെ നിയന്ത്രണം IRGCയുടെ കൈകളിലാണ്. ഈ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ തകർത്തെറിയാനാണ് ഇസ്രയേൽ ഇപ്പോൾ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്. ഇറാനിയൻ വിപ്ലവത്തിന് ശേഷം 1979 മെയ് മാസത്തിൽ റൂഹല്ല ഖൊമേനി ഒരു സൈനിക ശാഖയായി ഔദ്യോഗികമായി ഇതിനെ പ്രഖ്യാപിച്ചത്. ഇറാനിയൻ സൈന്യം രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കുമ്പോൾ IRGCയുടെ ഭരണഘടനാപരമായ ദൗത്യം ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ സമഗ്രത ഉറപ്പാക്കുക എന്നതാണ്. പേർഷ്യൻ ഗൾഫിൽ പ്രവർത്തന നിയന്ത്രണം പ്രയോഗിക്കുന്ന ഇറാന്റെ പ്രാഥമിക സേനയാണ് IRGC. ബഹ്റൈൻ, കാനഡ, പരാഗ്വേ, സൗദി അറേബ്യ, സ്വീഡൻ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവ IRGCയെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇറാനിലെ വിദേശ ഇടപെടൽ തടയുക, പരമ്പരാഗത സൈന്യത്തിന്റെ അട്ടിമറി തടയുക, വിഘടനവാദ ഗ്രൂപ്പുകളെ അടിച്ചമർത്തുക എന്നിവ IRGCയുടെ മേൽനോട്ടം എന്ന് സ്വയം ഇവർ പറയുന്നു. എന്നാൽ തീവ്രവാദ മുഖമാണ് ഇതിനുള്ളത്.
2019 മുതൽ 2025 വരെ ഹൊസൈൻ സലാമി IRGCയുടെ നിലവിലെ കമാൻഡർ ഇൻ ചീഫായി സേവനമനുഷ്ഠിച്ചു. ഇസ്രയേലി ആക്രമണങ്ങളിൽ നിരവധി മുതിർന്ന ഉദ്യോഗസ്ഥരോടൊപ്പം സലാമിയും കൊല്ലപ്പെട്ടു. പുതിയ മേധാവി മജീദ് ഖദാമിയാണ്. ദേശീയ സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് തങ്ങളുടെ ദൗത്യമെന്ന് IRGC പറയുന്നു. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം, പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്നിവയും IRGCയുടെ ലക്ഷ്യങ്ങളാണ്. ബാസിജ് മിലിഷ്യയെയും ഇത് നിയന്ത്രിക്കുന്നുണ്ട്. 90,000 സാധാരണ സൈനികരും 3 ലക്ഷം റിസർവിസ്റ്റുകളുമുള്ള ഒരു സംഘമാണ് ബാസിജ്. ഇറാനിയൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 150 പ്രകാരം ഇറാനിയൻ സൈന്യത്തിന്റെ ഒരു ഘടകമായി IRGC ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇത് ഇറാനിയൻ സൈന്യത്തിന്റെ മറ്റൊരു വിഭാഗമായ ആർത്തേഷിൽ നിന്ന് വേറിട്ടതും സമാന്തരവുമാണ്. 1979 ഇറാനിയൻ വിപ്ലവത്തെ തുടർന്ന് 1979 മെയ് 5 IRGC രൂപീകരിക്കുന്നത്. നിരവധി അർദ്ധസൈനിക വിഭാഗങ്ങളെ പുതിയ സർക്കാരിനോട് വിശ്വസ്തരായ ഒരൊറ്റ സേനയായി ഏകീകരിക്കാനും സാധാരണ സൈന്യത്തിന്റെ സ്വാധീനത്തിനും ശക്തിക്കും എതിരായി പ്രവർത്തിക്കാനുമുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഷായോടുള്ള വിശ്വസ്തത കാരണം എതിർപ്പിന്റെ ഉറവിടമായി തുടക്കത്തിൽ കണക്കാക്കപ്പെട്ടിരുന്ന റെഗുലർ മിലിറ്ററി, പുതിയ ഇസ്ലാമിക ഗവൺമെന്റിന്റെ തുടക്കം മുതൽ പാസ്ദാരൻ വിശ്വാസികളുടെ ഒരു സേനയായി ഇത് പ്രവർത്തിച്ചു. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ഭരണഘടന ഇറാന്റെ പ്രാദേശിക സമഗ്രതയും രാഷ്ട്രീയ സ്വാതന്ത്ര്യവും സംരക്ഷിക്കുന്നത് റെഗുലർ മിലിറ്ററിക്ക് നൽകി. അതേസമയം വിപ്ലവം തന്നെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം അത് പാസ്ദാരന് നൽകുകയായിരുന്നു. 1979 ഫെബ്രുവരി 1 ആയത്തുള്ള റൂഹുല്ല ഖൊമേനി ടെഹ്റാനിലേക്ക് മടങ്ങിയതിന് ദിവസങ്ങൾക്ക് ശേഷം മെയ് 5 ഖമനേയി പുറപ്പെടുവിച്ച ഒരു ഉത്തരവ് പ്രകാരം മഹ്ദി ബസാർഗന്റെ ഇടക്കാല ഭരണകൂടം പാസ്ദാരൻ സ്ഥാപിച്ചു. വിപ്ലവത്തെ സംരക്ഷിക്കുന്നതിനും പുതിയ സർക്കാരിന്റെ ഇസ്ലാമിക നിയമങ്ങളുടെയും ധാർമ്മികതയുടെയും ദൈനംദിന നിർവഹണത്തിൽ ഭരണപുരോഹിതന്മാരെ സഹായിക്കുന്നതിനുമാണ് പാസ്ദാരൻ ഉദ്ദേശിച്ചത്. പാസ്ദാരൻ സ്ഥാപിക്കുന്നതിന് മറ്റ് കാരണങ്ങളും ഉണ്ടായിരുന്നു. മുൻ ഭരണകൂടത്തിന്റെ കളങ്കപ്പെട്ട യൂണിറ്റുകളെ വിപ്ലവത്തിന് സ്വന്തമായി ഒരു ശക്തിയെ ആശ്രയിക്കേണ്ടതുണ്ടായിരുന്നു. ആദ്യത്തെ വിപ്ലവ സ്ഥാപനങ്ങളിലൊന്നായ പാസ്ദാരൻ വിപ്ലവത്തെ നിയമവിധേയമാക്കാൻ സഹായിക്കുകയും പുതിയ സർക്കാരിന് പിന്തുണയുടെ അടിത്തറ നൽകുകയും ചെയ്തു. 1989 അധികാരത്തിലെത്തിയ പരമോന്നത നേതാവ് ഖമനേയുമായി IRGCക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഈ അധികാരം അവർക്ക് ഇറാനിൽ രാഷ്ട്രീയ പരമാധികാരം നൽകി. അങ്ങനെയാണ് IRGCയായി ഇത് പുനർനാമകരണം ചെയ്യപ്പെട്ടത്. IRGC ഇല്ലെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ ജനം തന്നെ പുറത്താക്കുമെന്ന് ഖമനേയിക്ക് കൃത്യമായി അറിയാം. അതായത് ഖമനേയിയുടെ ശക്തി അത് IRGCയാണ്. ഈ IRGCയുടെ തലകൂടിയെടുക്കാനാണ് ഇപ്പോൾ ഇസ്രയേൽ അതിശക്തമായ ആക്രമണം തുടങ്ങിയിരിക്കുന്നത്. IRGCയുടെ പല കേന്ദ്രങ്ങളിലേക്കും ഇതിനോടകം തന്നെ അതിശക്തമായ ആക്രമണം ഇസ്രയേൽ നടത്തിയിട്ടുണ്ട്. പശ്ചിമേഷ്യ കൂടുതൽ കലുഷിതമാകുകയാണ്. ഈ യുദ്ധം ഒരു ലോകമഹായുദ്ധമായി പരിണമിക്കുമോ എന്ന ഭയമാണ് ലോകരാജ്യങ്ങളെ വേട്ടയാടുന്നത്. ഇതിനിടെ അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്ന് അഭിപ്രായപ്പെട്ട് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് രംഗത്ത് വന്നിട്ടുണ്ട്. ഇത് അമേരിക്ക വരുത്തിവെക്കുന്ന ഗുരുതരമായ തെറ്റാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇറാനും ഇസ്രയേലും തമ്മിൽ നിലവിലുള്ള സംഘർഷത്തിൽ അമേരിക്ക നേരിട്ടിടപെടുന്നത് മേഖലയിലെ സ്ഥിതി കൂടുതൽ വഷളാക്കുകയുള്ളൂവെന്നും പെസ്കോവ് മുന്നറിയിപ്പ് നൽകി. ഇത്തരം സംഘർഷങ്ങൾ മേഖല മുഴുവൻ വ്യാപിക്കുമെന്നും അദ്ദേഹം പറയുന്നു. സംഘർഷം പരിഹരിക്കുന്നതിന് സഹായിക്കാൻ റഷ്യ തയ്യാറാണെന്നും സന്നദ്ധമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമേരിക്കയുടെയോ ഇസ്രയേലിന്റെയോ ഇടപെടലിൽ ഇറാനിൽ ഭരണമാറ്റത്തിനുള്ള സാധ്യതയെക്കുറിച്ച് മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് ഇത്തരം ചോദ്യങ്ങൾ സ്വീകാര്യമല്ല എന്ന നിലപാടാണ് പെസ്കോവ് സ്വീകരിച്ചത്. അതേസമയം ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മധ്യസ്ഥനായി പ്രവർത്തിക്കാനുള്ള സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. പുടിൻ ഇസ്രയേലുമായും ഇറാനുമായും ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും സംഘർഷം ആരംഭിച്ചതിന് ശേഷം ഇരു രാജ്യങ്ങളുടെയും നേതാക്കളുമായി സംസാരിച്ച ചുരുക്കം ചില ലോക നേതാക്കളിൽ ഒരാളാണ് പുടിനെന്നും പെസ്കോവ് ചൂണ്ടിക്കാണിച്ചു. അമേരിക്ക, ഇസ്രയേൽ, ഇറാൻ എന്നിവയുൾപ്പെടെ എല്ലാ കക്ഷികൾക്കും നിരവധി വിട്ടുവീഴ്ച ചട്ടക്കൂടുകൾ റഷ്യ നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് പുടിൻ പറയുന്നു. സമാധാനപരമായ ആണവ സാങ്കേതിക വിദ്യയ്ക്കുള്ള ഇറാന്റെ അവകാശവാദവും സുരക്ഷയ്ക്കുള്ള ഇസ്രയേലിന്റെ അവകാശവും സംരക്ഷിക്കുന്ന പരസ്പര സുരക്ഷ ഉൾപ്പെടുത്തി ഒത്തുതീർപ്പിൽ എത്താമെന്നാണ് പുടിന്റെ അഭിപ്രായം.
ഇറാൻ ആണവ ബോംബ് നിർമ്മാണത്തിന്റെ അടുത്തെത്തിയെന്ന് അവകാശപ്പെട്ടാണ് ഇസ്രയേൽ ഇറാനെതിരെ വൻതോതിലുള്ള വ്യോമാക്രമണം ആരംഭിച്ചത്. എന്നാൽ സംഘർഷം തുടങ്ങിയ ഒരാഴ്ചയായപ്പോഴേക്കും സ്ഥിതിഗതികൾ വഷളായി. ഇറാൻ ഇസ്രയേലിനെതിരെയും അതിശക്തമായ വ്യോമാക്രമണം തുടങ്ങി. ഇതിനിടെ ഇറാൻ പൂർണ്ണമായും കീഴടങ്ങണമെന്നും ആണവ പദ്ധതി ഉപേക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് ട്രംപ് കട്ടായ നിൽക്കുകയാണ്. കരാറിൽ ഒപ്പിടാൻ തയ്യാറാകാത്തിടത്തോളം ഇറാൻ ഇങ്ങനെ അടികൊണ്ടുകൊണ്ടേയിരിക്കുമെന്നാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.